KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് S7 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ബീമിനെ പറ്റിയിട്ട്. അപ്പോൾ ബീമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, വിഡ്ത്തിനെയും ഡെപ്തിനെയും അപേക്ഷിച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് വരുന്ന ഡയമെൻഷൻസിനെയാണ് നമ്മൾ ബീംസ് എന്ന് വിളിക്കുക. അതിൽ വരുന്ന അടുത്ത ടേമാണ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി. ഈ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ ബീമിന് റൊട്ടേഷൻ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് അഡീഷണൽ ആയിട്ട് വരുന്ന മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാണ്ട് അതെന്ത് ചെയ്യും, അത് റൊട്ടേഷൻ ചെയ്യും. പക്ഷേ ഈൽഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൊമെൻറ്റിനെ അത് റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന മൊമെൻറ്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി സെക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്, കോമ്പാക്റ്റ്, സെമി കോമ്പാക്റ്റ്, സ്ലെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സെക്ഷൻ ക്ലാസ് 1 വരുന്ന സെക്ഷനാണ്. അതിലെങ്ങനെയാണ്, പ്ലാസ്റ്റിക് ഹിഞ്ച് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഫെയിലിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ കപ്പാസിറ്റി ഉണ്ടാവും. ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഹിഞ്ച് റൊട്ടേഷൻ കപ്പാസിറ്റി ഇൻഅഡീക്വേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. സിമിലർലി ക്ലാസ് 3 എന്ന് പറയുന്നത് സെമി കോമ്പാക്റ്റ്, ക്ലാസ് 4 എന്ന് പറയുന്നത് സ്ലെൻഡർ. ഇനി ബീംസ് എന്ന് പറയുന്നത് 2 ടൈപ്പുണ്ട്. ലാറ്ററലി സപ്പോർട്ടഡ് ബീമും ഉണ്ട്, ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമും ഉണ്ട്. ലാറ്ററലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീം എന്ത് ചെയ്യില്ല, ആ ബീമിൻ്റെ പ്ലെയിനിൽ നിന്ന് മൂവ് ചെയ്യാൻ, ഔട്ട് ഓഫ് പ്ലെയിൻ അതിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യും അങ്ങനത്തെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ടോർഷണൽ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സ്ലാബും ബീമും കൂടെ മോണോലിത്തിക്കായിട്ട് കാസ്റ്റ് ചെയ്യില്ല, ഒരുമിച്ച് കാസ്റ്റ് ചെയ്യാണ് ലാറ്ററലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഫിക്സിങ് വഴി സെപ്പറേറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യുന്നതാണ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വെബ് ബക്ലിംഗ് സ്ട്രെങ്ത്. വെബിൻ്റെ ബക്ലിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബീമിൻ്റെ കുറച്ച് പോർഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ സപ്പോർട്ടിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീമിൻ്റെ പോർഷൻ എടുക്കുകയാണെങ്കിൽ ബീമിന് സപ്പോർട്ടിലായിട്ടാണല്ലോ ലോഡ് ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ ഈ ലോഡ് ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കും നമ്മുടെ വെബ്, നമ്മുടെ ഐ സെക്ഷനാണ് ബീമായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെബിന് എന്തുണ്ടാവും, ബക്കിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ സെക്ഷൻസ് ഒക്കെ കൊടുക്കുക. റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബക്ലിംഗ് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രെങ്ത്ത് കൊടുക്കാനായിട്ട് അതിന് സാധിക്കും. ഇനി അടുത്തത് വെബ് ക്രിപ്ലിംഗ്. വെബ് ക്രിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്തെ ചെയ്തിട്ടാണ് വെബ് ബക്ലിങ്ങിൻ്റെ ചെക്ക്, വെബ് ക്രിപ്ലിങ്ങിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ അതെന്നാന്ന് പറഞ്ഞാൽ സപ്പോർട്ടിനോട് അടുത്തായിട്ട് എന്ത് പറ്റും, ഈ നമ്മുടെ ബീമിൻ്റെ വെബിന് ക്രിപ്പിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ക്രിപ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ക്രിപ്ലിങ്ങിൽ സേഫ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. നമ്മൾ കോഡിൽ പ്രോബ്ലം ചെയ്തപ്പോൾ യൂസ് ചെയ്തതാണ്. ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ലോഡ് വരുന്ന കേസിൽ ഒറ്റ സെക്ഷൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഐ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ എക്സ്ട്രാ പ്ലേറ്റുകളൊക്കെ ബോൾട്ട് ചെയ്യുകയോ വെൽഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ഒരൊറ്റ സെക്ഷനാക്കി എടുക്കും. അതിനെയാണ് നമ്മൾ ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്ലേറ്റ് ഗേർഡർ. പ്ലേറ്റ് ഗേർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ സ്ട്രക്ചറിൽ വരുന്ന ലോഡ് ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്പാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റോൾഡ് സ്റ്റീൽ ഫോംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഒരു സംഭവം കാസ്റ്റ് ചെയ്തെടുക്കും. അതായത് അതിൻ്റെ വെബും ഫ്ലാഞ്ചും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ അത് കാസ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്ലേറ്റ് ഗേർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് വർക്ക്ഷോപ്പിൽ, അതുപോലെ തന്നെ ഇങ്ങനെ കോളംസ് ഇല്ലാത്ത ടൈപ്പ് ഹോളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്ലേറ്റ് ഗേർഡേഴ്സ് ആയിരിക്കും കോമൺലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ് ഗേർഡറിൽ വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് വെബ്, ഫ്ലാഞ്ച്, സ്റ്റിഫ്നെസ് ഒക്കെയാണ്. അതിൽ വെബ് എന്ന് പറയുന്നത് എന്താ, വേർട്ടിക്കലായിട്ട് വരുന്ന മെമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്ലാഞ്ച് പ്ലേറ്റ്സ് തമ്മിൽ റിക്വയർഡ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നടുക്ക് കൊടുക്കുന്ന വേർട്ടിക്കലായിട്ടുള്ള മെമ്പറാണ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾ വെബായിരിക്കും. ഫ്ലാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് കൊടുക്കുന്ന മേലെ താഴെയും കൊടുക്കുന്ന 2 പ്ലാറ്റ്ഫോംസാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. അത് ബെൻഡിങ് മൊമെൻറ്റിനെ അതുപോലെ തന്നെ കംപ്രസീവ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫ്ലാഞ്ചസ് കൊടുക്കുക. ദെൻ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബിന് എന്താണ് ബക്ലിങ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെബിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാരാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ബിയറിംഗ് സ്റ്റിഫ്നെസ്സും ഉണ്ട്, ലോഞ്ചിറ്റ്യൂണൽ സ്റ്റിഫ്നെസ്സും ഉണ്ട്. ബിയറിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിന് സപ്പോർട്ടിലേക്ക് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ബിയറിംഗ് സ്റ്റിഫ്നർ. ലോഞ്ചിറ്റ്യൂണൽ സ്റ്റിഫ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബക്ലിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റിഫ്നർ. ഇപ്പം നമ്മൾ ഈ പ്ലേറ്റ് ഗേർഡർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് ബൈ 200 ആയിട്ടാണ് അപ്രോക്സിമേറ്റ്ലി കൺസിഡർ ചെയ്യുന്നത്. പോസ്റ്റ് ബക്ലിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്
നമ്മളുടെ ഡീഫോർമേഷൻ അല്ലെങ്കിൽ ബക്കിളിങ്ങിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രക്ചറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് ബക്കിളി ഇനീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഡീഫോർമേഷൻ എന്ന് നമ്മളതിനെ പറയാറുണ്ട്. അതെന്ന് പറയുന്നത് നോൺ ലീനിയർ ബിഹേവിയർ ആണ്. അതായത് നമുക്കൊരു ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിൽ തന്നെ അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കും. ഒരേപോലെ അല്ല വരിക, ഡിഫറെൻ്റ് ആയിട്ട് നോൺ ലീനിയർ ആയിട്ടായിരിക്കും ബിഹേവിയർ വരിക. നെക്സ്റ്റ് വൺ ഗാൻട്രി ഗേഡർ. ഗാൻട്രി ഗേഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗേഡറിൻ്റെ ടൈപ്പ്, പ്ലേറ്റ് ഗേഡറിൻ്റെ ടൈപ്പ് ഇതിൽ വരുന്ന തന്നെ ഒരു ടൈപ്പാണ്. അതിനകത്ത് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം തന്നെയാണ് നമ്മൾ ഈ ഗാൻട്രി ഗേഡറായിട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഹെവി ലോഡ്സിനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് നമുക്ക് ലോഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന, മെയിനായിട്ട് പാലങ്ങളുടെയൊക്കെ അടി കൊടുക്കുന്ന ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമിനെയാണ് ഗാൻട്രി ഗേഡർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഗേഡർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് ബീം എന്നുള്ളൊരു മീനിങ് ഉള്ളൂ. കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ബീമാണ് ഗേഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മെയിനായിട്ട് വരുന്ന ഹൊറിസോണ്ടൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ചെറിയ സ്മോളർ ബീംസാണ് നമുക്ക് സ്ട്രക്ചറിനകത്ത് വരുന്നത്. ഇപ്പോൾ പ്ലേറ്റ് ഗേഡർ പോലെ തന്നെയുള്ളൊരു ഇതാണ് ഗാൻട്രി ഗേഡർ. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമുക്കതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ ഫാക്ടറിയിൽ വർക്ക്ഷോപ്പ് പിന്നെ ഓവർ ഹെഡ് ആയിട്ടുള്ള ട്രാവലിംഗ് ക്രെയിൻസ് ഒക്കെ വരുന്ന കേസിലാണ് ഗേഡേഴ്സ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വരിക. ഈ ഗാൻട്രി ഗേഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്ത്, അത് ഗേഡർ ജസ്റ്റ് സിംപ്ലി ഗേഡർ തന്നെയാണ്. അത് ലോഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെയിനകത്തൊക്കെ വരുന്ന പോലെ വീൽസിനകത്ത് മൂവ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിനകത്ത് ലോഡിനെ വൺ പോയിന്റ് ടു അനദർ പോയിന്റ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഷിയർ ബക്ലിംഗ് റെസിസ്റ്റൻസ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു വെബിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷിയർ ബക്ലിംഗ് റെസിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. പോസ്റ്റ് ക്രിട്ടിക്കൽ മെത്തേഡ്, ടെൻഷൻ ഫീൽഡ് മെത്തേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉള്ളത്. പോസ്റ്റ് ക്രിട്ടിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് ഗേഡർ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ഗേഡർ പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യാതെയോ ഇരിക്കാം. അങ്ങനെയുള്ള ഗേഡറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പോസ്റ്റ് ക്രിട്ടിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടെൻഷൻ ഫീൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബക്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെബിൻ്റെ ബക്ലിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടെൻഷൻ ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് സ്റ്റിഫ്നെസ്സിനകത്തായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് പ്ലാസ്റ്റിക് ബെൻഡിങ് ഓഫ് ബീംസ്. ഈ നമ്മളിതിനകത്ത് അസ്യൂം ചെയ്തത് പ്ലാസ്റ്റിക് ബെൻഡിൽ അസ്യൂം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ന്യൂട്രലാക്സിനെ ബോർഡായിട്ട് നോക്കുമ്പോൾ ലീനിയർ ആയിട്ടാണ് അതിൻ്റെ വേരിയേഷൻ നമ്മൾ അസംഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബെൻഡിങ് എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, ലോഡ് കാരണം വരുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അപ്ലൈഡ് മൊമെൻറ്റ് കാരണം ഈ ക്രോസ് സെക്ഷൻ്റെ ഔട്ട്സൈഡ് ഫൈബേഴ്സിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാളും എക്സീഡ് ചെയ്യുമ്പോഴാണ് പ്ലാസ്റ്റിക് ബെൻഡിങ് നടന്നു എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റ് ഗേജ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ജസ്റ്റ് ഒരു 2-3 പോയിന്റ് പഠിച്ചു വയ്ക്കുക. ലൈറ്റാണ്, നമുക്ക് ഈസി ടു ഹാൻഡിലാണ്, ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും, മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും, പല റേഞ്ച് ഓഫ് സിസ്റ്റംസ് ഉണ്ട്, നോൺ കമ്പസ്റ്റബിൾ ആണ്. അങ്ങനെ 2-3 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു വെച്ചേക്കാം. ദെൻ ബക്ലിംഗ് ഓഫ് പ്ലേറ്റ് എലമെൻറ്റ്സ്. ഒരു പ്ലേറ്റ് എലിമെൻറ്റിനകത്തേക്ക് ഡയറക്റ്റ് കംപ്രഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഒക്കെ വരുവാണെങ്കിൽ, അതല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കാരണം സ്ട്രെസ്സസ് അതിൽ ആക്ട് ചെയ്യുമ്പം ഈ പ്ലേറ്റിന് എന്ത് ചെയ്യും, പ്ലേറ്റിന് ബക്കിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ മെമ്പർ മൊത്തത്തിൽ അൺസ്റ്റേബിൾ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽ ബക്കിൾ ചെയ്യും. അപ്പോൾ ഫൈനൽ ഈൽഡ് സ്ട്രെസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് സംഭവിക്കും, പ്ലേറ്റിനകത്ത് ബക്കിളിങ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും.